മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. കേരള PSCയുടെ മാർച്ച് മാസത്തെ എക്സാം കലണ്ടർ വന്നിട്ടുണ്ട്. എല്ലാവരും പേടിച്ച പോലെ SBCID പരീക്ഷ മാർച്ച് മാസത്തിലില്ല. എക്സൈസ് ഇൻസ്പെക്ടർ പരീക്ഷ മാർച്ച് മാസത്തിലില്ല. കാരണം ഇതിന്റെയൊക്കെ റാങ്ക് ലിസ്റ്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ SBCID ആണെങ്കിൽ ഈ വർഷം 2026 റാങ്ക് ലിസ്റ്റ് കഴിയും, ജൂണിൽ കഴിയും. അപ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റ് വരേണ്ടതുണ്ട് തന്നെ എല്ലാവരും പ്രതീക്ഷയായിരുന്നു മേ ബി ചിലപ്പോൾ നേരത്തെ എക്സാം കാണാം. പക്ഷേ എക്സാം ഇല്ല. എന്തായാലും അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഡിഗ്രി പ്രിലിംസിന്റെ കൂടെ, കോമൺ ഡിഗ്രി പ്രിലിംസിന്റെ കൂടെ ആയിരിക്കും ഇതെല്ലാം വരാൻ പോകുന്നത്. അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SBCID, സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, അതേപോലെ തന്നെ കാറ്റ്, ഇതിനെല്ലാം കൂടെ ചേർത്തൊരു കോമൺ പ്രിലിംസ് ആയിരിക്കും വരുന്നത്. ആ പ്രിലിംസും മാർച്ച് മാസത്തിലില്ല. അതായത് പ്രധാനപ്പെട്ട ഒരൊറ്റ പരീക്ഷ പോലും മാർച്ച് മാസത്തിലില്ല. ഡിഗ്രി ലെവൽ പരീക്ഷ ആയിക്കോട്ടെ, ഡിഗ്രി പ്രിലിംസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഫോഴ്സ് പരീക്ഷകളായിക്കോട്ടെ, അതേപോലെ കമ്പനി ബോർഡ് LGS VFA പരീക്ഷകളായിക്കോട്ടെ, ഇതൊന്നും തന്നെ മാർച്ച് മാസത്തിലില്ല. പക്ഷേ ഒരു പരീക്ഷ മാത്രമേ ഈ മാർച്ച് മാസത്തിൽ വരുന്നുള്ളൂ. RFO മെയിൻസ് ആണ്, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ മെയിൻസ് ആണ് പ്രധാനപ്പെട്ട ഒരു പരീക്ഷയായിട്ട് വരുന്നത്. കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കൂടെ നോട്ടിഫിക്കേഷൻ വന്ന റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ. അപ്പൊ അതിനകത്ത് എലക്ടീവ്സ് എല്ലാം കൂടെ ചേർത്ത് ഏതാണ്ട് 4 ദിവസങ്ങളിലായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോവാം. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. 2026 മെയ് മാസമൊക്കെ നമുക്ക് എലക്ഷൻ പ്രതീക്ഷിക്കാം, നിയമസഭാ എലക്ഷൻ പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഏപ്രിൽ മെയ് ആ സമയത്തൊക്കെ ആയിരിക്കും നിയമസഭ എലക്ഷൻ വരുന്നത്. മെയിലാണ് എലക്ഷൻ എങ്കിൽ ഏപ്രിലിൽ നമുക്ക് കോമൺ പ്രിലിംസ് പ്രതീക്ഷിക്കാം. അതായത് ഡിഗ്രി ലെവലിലേക്കുള്ള കോമൺ പ്രിലിംസ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SBCID, സബ് ഇൻസ്പെക്ടർ, അതേപോലെ തന്നെ കാറ്റ്, അതേപോലെ എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ, ഇതിനെല്ലാം കൂടെ ചേർത്തുള്ള കോമൺ പ്രിലിംസ് നമുക്ക് ഏപ്രിലിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, നന്നായിട്ട് പഠിച്ചു, ഒരു ടെൻഷനും വേണ്ട, നിങ്ങൾക്ക് കയറി പോകാൻ പറ്റും. ഞാനാ പറയുന്നത്, ഇനി മുതൽ റീസ്റ്റാർട്ട് ചെയ്താലും അതെല്ലാം നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ മുമ്പിലുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും. ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്താലും മതി. ഒന്ന് ദീർഘനിശ്വാസം വലിച്ചിട്ട് ഒന്ന് തുടങ്ങിക്കോടാം, എല്ലാം ക്രാക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏതൊക്കെയാണ് മാർച്ച് മാസത്തിലെ പ്രധാനപ്പെട്ട പരീക്ഷകൾ? അപ്പൊ ഞാൻ ഇമ്പോർട്ടന്റ് പരീക്ഷകൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഒന്നാമത്തേത് സെക്യൂരിറ്റി ഓഫീസർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ്, അത് മാർച്ച് 5-നാണ് നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ സെക്യൂരിറ്റി ഓഫീസർ NCA നോട്ടിഫിക്കേഷൻ, അതും മാർച്ച് 5-നാണ്. അടുത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു പരീക്ഷ ഫോർമാൻ ആണ്, ഡയറക്ടർ റിക്രൂട്ട്മെന്റ്, അതും മാർച്ച് 5-ന് എക്സാം നടക്കുന്നു. പിന്നെ അതേപോലെ അസിസ്റ്റന്റ് മാനേജർ എക്സാമും മാർച്ച് 5-നാണ് പരീക്ഷ നടക്കുന്നത്. അത് കഴിഞ്ഞ് അടുത്ത് വരുന്ന ഒരു എക്സാം ട്രെയിനിങ് ഇൻസ്ട്രക്ടർ പ്ലംബർ, അത് മാർച്ച് 7-നാണ് നടക്കുന്നത്. ദ ലോ ഓഫീസർ എക്സാമും മാർച്ച് 7-ന് നടക്കുന്നു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ UPS, അതും മാർച്ച് 7-നാണ് എക്സാം വരുന്നത്, തിരുവനന്തപുരം ജില്ലയിലെ. അടുത്തതാ വരുന്നു കാറ്റഗറി നമ്പർ 277/2024 റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എക്സാം, RFO എക്സാം. അപ്പൊ ഈ RFO എക്സാം നോക്കുകയാണെങ്കിൽ എത്ര ദിവസങ്ങളായിട്ടാണ് എക്സാം നടക്കുന്നത്? മാർച്ച് 9 മുതൽ മാർച്ച് 9, മാർച്ച് 10, മാർച്ച് 9, മാർച്ച് 10, മാർച്ച് 11, മാർച്ച് 12, മാർച്ച് 13. സോ 9, 10, 11, 12, 13 5 ദിവസങ്ങളിലായിട്ടാണ് RFO എക്സാം നടക്കാൻ പോകുന്നത്. കാരണം ഇതിന്റെ എലക്റ്റീവ് സെപ്പറേറ്റ് ആണ്. അപ്പൊ എലക്റ്റീവ് സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ ഓരോ എലക്റ്റീവ്സിനും ഓരോ ദിവസമാണ്. സോ 5 ദിവസങ്ങളിലായിട്ട് എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പൊ അവിടെ നോക്കാം, ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. സോ RFO നമ്മൾ നോക്കുകയാണെങ്കിൽ RFO പ്രിലിംസ് പാസ്സായത്, പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് 272 ആൾക്കാരാണ് ക്വാളിഫൈ ചെയ്തത്. അതായത് ലിസ്റ്റിനകത്തുള്ളത് 272 ആൾക്കാരാണ്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസും ഇതിനകത്ത് തന്നിട്ടുണ്ട്. അടിപൊളി പോസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ സൈറ്റ് നോക്കുകയാണെങ്കിൽ ചില വെബ്സൈറ്റിനകത്ത് പറയുന്നത് DYSPയുടെ എക്വലന്റ് ആണ് വരുന്നത്, അല്ലെങ്കിൽ സർക്കിളിന്റെ ഇൻക്വലന്റ് ആണ് വരുന്നത്. ക്ലാസ് പോസ്റ്റ് ഒന്നും പറയാനില്ല, അടിപൊളി പരീക്ഷ. ഓക്കെ, അപ്പൊ അവിടെ RFOയുടെ എക്സാം നോക്കുകയാണെങ്കിൽ മാർച്ച് 9-ന് സ്റ്റാർട്ട് ചെയ്യുന്നു. മാർച്ച് 9-ന് തിങ്കളാഴ്ച പേപ്പർ 1, പേപ്പർ 2 മാർച്ച് 9-നാണ്. 2 മണിക്കൂറാണ് പേപ്പർ 1ഉം പേപ്പർ 2ന്റെ സമയം. അതായത് പേപ്പർ 1 2 മണിക്കൂർ കിട്ടും, പേപ്പർ 2 ആണെങ്കിലും 2 മണിക്കൂർ കിട്ടും. അത് കഴിഞ്ഞ് മാർച്ച് 10 മുതൽ അങ്ങോട്ട് എലക്ടീവ്സ് ആണ്. മാർച്ച് 10 മുതൽ മാർച്ച് 13 വരെ എലക്ടീവ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ എലക്ടീവ്സിന്റെ മെയിൻസിന്റെ കൺഫർമേഷൻ ഒന്നും ആവശ്യമില്ല, എക്സാം എഴുതാൻ പറ്റും. സോ കൺഫർമേഷൻ ഡേറ്റ് ഒന്നും വരത്തില്ല. അത് കഴിഞ്ഞ് അടുത്ത പ്രധാനപ്പെട്ട എക്സാം വരുന്നത് മൈൻസ് മേറ്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ്, അതേപോലെ സീനിയർ മാനേജർ HRD ഡയറക്ടർ റിക്രൂട്ട്മെന്റ്. പിന്നെ അടുത്ത് വരുന്ന പ്രധാനപ്പെട്ട എക്സാം എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബൈ ട്രാൻസ്ഫർ, ക്ലർക്ക് NCA നോട്ടിഫിക്കേഷൻ, ഡിവിഷണൽ അക്കൗണ്ടന്റ്. ഡിവിഷണൽ അക്കൗണ്ടന്റ് പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ്. അപ്പോൾ ഡിവിഷണൽ അക്കൗണ്ടന്റ് ഓഫീസർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് എക്സാം വരുന്നത് 23 മാർച്ചിനാണ് എക്സാം വരുന്നത്, 23 മാർച്ച്. അപ്പോൾ അവിടെ 23 മാർച്ച് സിലബസ് ഒക്കെ ഇതിനകത്ത് തന്നിട്ടുണ്ട്, ഒഫീഷ്യൽ സിലബസ് വന്നിട്ടുണ്ട്. ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. സൂപ്പർ നോട്ട്സിന്റെ ടെലിഗ്രാം ചാനൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതും പ്രധാനപ്പെട്ട ഒരു എക്സാം തന്നെയാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ഒരു എക്സാം എന്ന് പറഞ്ഞാൽ വേറെ സ്റ്റോഴ്സ് പർച്ചേസ് ഓഫീസർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ, അതേപോലെ ടിക്കറ്റ് ഇഷ്യൂർ കം മാസ്റ്റർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ്. ഒക്കെ പ്രധാനപ്പെട്ട അല്ലാത്ത കുറച്ച് പരീക്ഷകളാണ്. അപ്പൊ ഇത്രയുമാണ്
മാർച്ച് മാസത്തിൽ നടക്കുന്ന പ്രധാന പരീക്ഷകൾ. പ്രധാനമായിട്ടും 2 ഒന്ന് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ, പിന്നെ അതേപോലെ തന്നെ ഡിവിഷണൽ അക്കൗണ്ടന്റ്. അങ്ങനെ 2 പരീക്ഷകൾ. ഡിവിഷണൽ അക്കൗണ്ട് ഓഫീസർ, അങ്ങനെ 2 എക്സാംസ് ആണ് മാർച്ച് മാസത്തിൽ നടക്കുന്നത്. ഓക്കെ, ഒന്ന് ഹാപ്പി ആയില്ലേ എല്ലാവരും? അതായത് എല്ലാവരുടെ മനസ്സിലത്തൊരു പേര് കാണും, SPCD ഒക്കെ കാണും, ഡിഗ്രി പ്രിലിംസ് ഒക്കെ കാണും, കമ്പനി ബോർഡ് LGS ഒക്കെ കാണും, ഒന്നുമില്ല. പക്ഷേ ഏപ്രിൽ മാസം അതൊരു മാസമായിരിക്കും. അതിനകത്ത് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ, ഭാഗ്യമല്ല നിർഭാഗ്യമുണ്ടെങ്കിൽ പ്രതീക്ഷിക്കാം. അല്ല, നിങ്ങളൊക്കെ പഠിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? എക്സാം പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടല്ലേ? നമ്മൾ പഠിച്ചതെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണേ. ഏപ്രിൽ മാസത്തിൽ നമുക്ക് പ്രധാന എക്സാംസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്തോ, അടിപൊളിയായിട്ട് പഠിച്ചോ. അപ്പോൾ നമ്മൾ സൂപ്പർ നോട്ട്സ് ഇന്ന് 2 ഗോൾഡ് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യണം. വരുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി ഞാൻ മെൻറ്ററായിട്ടുള്ള ഒരു ഗോൾഡ് ബാച്ച് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ഫോഴ്സ് പരീക്ഷകൾക്ക് വേണ്ടി ജോബിൻ സാറിന്റെ നേതൃത്വത്തിൽ ഒരു ഗോൾഡ് ബാച്ചും ഇന്ന് വൈകുന്നേരം 5:30 സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ക്രിസ്മസ് ഓഫർ എല്ലാം ഉണ്ട്. നമ്മുടെ എല്ലാ ഗോൾഡ് ബാച്ചുകൾക്കും ഫ്ലാറ്റ് 10% ഓഫ് ഉണ്ട്. മാത്രമല്ല അല്ലാത്ത ബാച്ചുകൾക്കെല്ലാം ഫ്ലാറ്റ് 20% ഓഫ് ഉണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോടാം. കിഡിലൻ ക്ലാസ്സസ് ആയിരിക്കും, നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ 8281223366 ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, അല്ലെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തേക്കാം. ഞങ്ങൾ നിങ്ങളുടെ കൂടെ കാനോടാ പിടിച്ച് കയറ്റിയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് വൈകുന്നേരം നമുക്ക് ക്ലാസ്സിൽ കാണാം. നന്നായിട്ട് വർക്ക് ചെയ്തോ ക്ലാസ്സിൽ.